പുതിയ എന്തെങ്കിലും അറിയാനും ചിന്തിക്കാനും തയ്യാറാണോ? എങ്കിൽ തിങ്കോളജി ബൈ യുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ അറിയാതെ കയറി വന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. വൺ സെക്കൻഡ്, നിങ്ങളുടെ ഫോൺ എവിടെയാണെന്ന് നോക്കൂ. നിങ്ങളുടെ കയ്യിലുണ്ടോ? അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, അതിൻ്റെ ബാറ്ററി തീർന്നാൽ, നെറ്റ്വർക്ക് കട്ടായാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? ഒരുതരം പരിഭ്രാന്തി തോന്നുന്നുണ്ടോ? ഇവിടെ നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും നോമോഫോബിയ ഉണ്ടാകാം. നോമോഫോബിയ പേര് കേട്ട് പേടിക്കണ്ട, ഇതൊരു യഥാർത്ഥ രോഗമൊന്നുമല്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരവസ്ഥയാണിത്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കിട്ടാതിരിക്കുമ്പോഴോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠയോ പേടിയോയാണ് നോമോഫോബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോവിഡാനന്തരം ഫോൺ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ ആയതുകൊണ്ട് ഈ അവസ്ഥ കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുന്നു. നോമോഫോബിയ ഇതൊരു ഭ്രാന്താണെന്ന് തോന്നാം, എന്നാൽ ഈ അവസ്ഥ ഒരു റിയലായ സംഗതിയാണ്. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫോൺ കയ്യിലില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത തോന്നുക. ബാറ്ററി 20% താഴെയായാൽ നമുക്ക് നെഞ്ചിടിപ്പ് കൂടുക. ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന പേടി. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഫോൺ കയ്യിലെടുത്ത് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാനുള്ള തോന്നൽ. എന്തെല്ലാമാണ് നോമോഫോബിയയുടെ പിന്നിലെ കാരണങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡിജിറ്റൽ ഡിപ്പെൻഡൻസ്. നമ്മുടെ ജോലി, പഠനം, ഷോപ്പിംഗ്, സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യുന്നത് എല്ലാം ഇന്ന് ഫോണിലാണ്. ഫോൺ ഇല്ലാതെ ഒരു ദിവസം പോലും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സോഷ്യൽ കണക്ഷൻ. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇവയൊക്കെ നമ്മളെ ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കുന്നു. ആ ബന്ധം വിച്ഛേദിക്കപ്പെടുമോ എന്ന ഭയം. ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ചിന്ത. ഫോണില്ലെങ്കിൽ ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. ഡോപ്പമിൻ ഇഫക്റ്റ്. ഫോണിൽ ഒരു ലൈക്ക് വരുമ്പോൾ, ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സന്തോഷം നഷ്ടപ്പെടുമോ എന്ന പേടി. നോമോഫോബിയ എന്ന ഈ അവസ്ഥ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ജോലി. നിങ്ങൾ ഒരു മീറ്റിംഗിലായിരിക്കുമ്പോൾ പോലും ഒരു മെയിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ ഫോണിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? സോഷ്യൽ ലൈഫ്. ഒരു പാർട്ടിയിൽ പോയാൽ പോലും ആരെങ്കിലും സംസാരിക്കുന്ന കേൾക്കാതെ ഫോണിൽ തല താഴ്ത്തി നിൽക്കുന്നുണ്ടോ? യാത്ര. വഴി അറിയാൻ ഗൂഗിൾ മാപ്സിനെ മാത്രം ആശ്രയിച്ച് ബാറ്ററി തീർന്നാൽ വഴിമുട്ടി നിൽക്കാറുണ്ടോ? നോമോഫോബിയയെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? എന്തൊക്കെയാണ് ഇതിന് പരിഹാര മാർഗങ്ങൾ? നോമോഫോബിയ നമുക്കൊരു വലിയ പ്രശ്നമായി തോന്നാമെങ്കിലും ഇതിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. ഡിജിറ്റൽ ഡിറ്റോക്സ്. ദിവസത്തിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫോൺ തൊടാതെ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒരു ഫോൺ ഫ്രീ ടൈം കണ്ടെത്തുക. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. അനാവശ്യമായി വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുക. ഇത് ഫോൺ എടുക്കാനുള്ള നമ്മുടെ പ്രേരണയെ കുറക്കും. ബാറ്ററി ബാക്കപ്പ്. എപ്പോഴും ഒരു പവർ ബാങ്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ചാർജർ കയ്യിൽ കരുതുക. ഓഫ്ലൈൻ ബന്ധങ്ങൾ. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും എപ്പോഴും നേരിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.